വെൽക്കം ബാക്ക്. ഫെമീസ് ഫുഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള നെയ്ച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു കോമൺ റെസിപ്പിയാണ് നെയ്ച്ചോറ്. പക്ഷേ ഇന്ന് നമ്മളൊന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെയ്ച്ചോറ് വെക്കാനായിട്ട് ഏതെങ്കിലും ചെറിയ അരി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് ഊറ്റി വെക്കുക കേട്ടോ. കുതിർക്കാനൊന്നും ഇടണ്ട. ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ നമുക്കൊന്ന് ചതച്ചെടുക്കാനുണ്ട്. അപ്പോൾ അത് വഴിയെ പറയാം. പിന്നെ കുറച്ച് ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ 2 സവാളയാണ് ഇതിലേക്ക് വേണ്ടത്. ഒന്ന് നമുക്ക് ചോറ് ഉണ്ടാക്കാൻ വേണ്ടി വഴറ്റിയെടുക്കാനും പിന്നെ ഒന്ന് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. ഡെക്കറേറ്റ് ചെയ്യാനുള്ള സവാള നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി റൈസ് വെക്കാനായിട്ട് വലിയൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു സവാളയും ക്യാരറ്റും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ അധികം ബ്രൗൺ നിറമാകരുത്. ഉള്ളി കരിഞ്ഞു പോകാതെ വേണം വറുത്ത് കോരാനായിട്ട്. അപ്പോൾ ഞാനിവിടെ വറുത്തത് കുറച്ചൊന്ന് മൂത്തുപോയി. അപ്പോൾ അധികം മൂക്കാതെ തന്നെ നിങ്ങൾ വറുത്ത് കോരുക. ഉള്ളി വറുത്ത് മാറ്റിയതിന് ശേഷം ക്യാരറ്റും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു ഓയിലിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഉള്ളി വഴറ്റിയിട്ട് റൈസ് വെക്കാൻ പോകുന്നത്. ഇനി പറയുന്ന സാധനങ്ങൾ മിക്സിയിലൊന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കുക. അപ്പോൾ 1 പൂന്ത് വെളുത്തുള്ളി, 3 ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 2 കറുവാപ്പട്ടയുടെ പീസ്, 4 ഗ്രാമ്പു, പിന്നെ 3 ഏലക്ക. പിന്നെ എരിവിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് പച്ചമുളക് എടുക്കാം. ഞാനിവിടെ 7-8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് കുറവായതുകൊണ്ടാണ് കേട്ടോ 8 പച്ചമുളകോളം എടുത്തത്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഒരു തക്കോലവും കൂടി ചേർക്കണം. ഇനി നമുക്ക് ചതച്ചെടുത്ത ആ ഒരു ചേരുവ വഴറ്റിയ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ അരി അളന്നെടുത്തില്ലേ, ആ ഒരു പാത്രത്തിൻ്റെ അളവിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക. അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ആ ഒരു വെള്ളം മൂടി വെച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഊറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും നല്ലതുപോലെ ഒന്ന് തിളച്ച് ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും തിളച്ച് വരും കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്യുമ്പോഴേക്കും റൈസ് പകുതി വെന്തിട്ടുണ്ടാവും. പിന്നെ ചെറിയ തീയിലിട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടി വേവിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടി കുക്കായി കിട്ടും. അങ്ങനെ ചെയ്യുമ്പോൾ റൈസ് പാകത്തിന് വെന്ത് കിട്ടും. അത്രയും സമയം ആകുമ്പോഴേക്കും നമ്മുടെ അരി നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു സാധനങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റിനൊപ്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നെയ്യിൽ വറുത്ത് ചേർക്കാം. അപ്പോൾ അത് കയ്യിലില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ചേർക്കാത്തത്. ഇനിയിപ്പോൾ ചെറിയ രീതിയിൽ നമുക്ക് ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക്സ് എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.